മജ്ജ്‌മ നികായ 112 ഛബ്ബി സോദന സൂത്ത്. 6 തരത്തിലുള്ള വിശുദ്ധി. ഏതെങ്കിലും ഒരു വ്യക്തി അർഹന്തനാണ് എന്ന് പറയുകയാണെങ്കിൽ ആ വ്യക്തിയെ എങ്ങനെ പരിശോധിക്കണം എന്ന് ഭഗവാൻ ഈ സൂത്രത്തിൽ പറയുന്നു. ഒരു വ്യക്തി ശ്രോതാപന്നനാണെങ്കിൽ, സഗ്ദാഗാമിയാണെങ്കിൽ, അനാഗാമിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഈ 6 പരിശോധനയും സ്വയം ചെയ്യുന്നത് നന്നായിരിക്കും. ഇങ്ങനെയാണ് ഭഗവാൻ ഒരു വ്യക്തി അർഹന്തനാണോ അല്ലയോ എന്ന് നിശ്ചയിക്കുന്നത്. ഞാനിങ്ങനെ കേട്ടു. ഒരിക്കൽ ഭഗവാൻ ശ്രാവസിയിൽ അനാഥപിണ്ഡകൻ്റെ ആശ്രമത്തിൽ വിഹരിക്കുകയായിരുന്നു. അവിടെ ഭഗവാൻ ഭിക്ഷുക്കളെ ഇങ്ങനെ അഭിസംബോധന ചെയ്തു. ഭിക്ഷുക്കളെ, അഭിവന്ദ്യ ഗുരുവേ എന്ന് പറഞ്ഞ് ആ ഭിക്ഷുക്കൾ പ്രത്യുത്തരം കൊടുത്തു. ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു: ഭിക്ഷുക്കളെ, ഏതെങ്കിലും ഒരു ഭിക്ഷു അന്തിമജ്ഞാനം നേടി എന്ന് പറയുകയാണ്, അതായത് നിബ്ബാണം നേടി എന്ന് പറയുകയാണ്. എൻ്റെ പുനർജന്മം അവസാനിച്ചു, എൻ്റെ ബ്രഹ്മചര്യ ജീവിതം പൂർത്തിയായി, ഏതൊന്ന് ചെയ്യണമോ ഞാൻ ചെയ്തു, ഇനി ഒരു ഭവത്തിലും എനിക്ക് പുനർജന്മം ഉണ്ടാകില്ല, അതായത് ഞാൻ അർഹന്തനായി എന്നാണ് ആ വ്യക്തി പറയുന്നത്. അപ്പോൾ ആ ഭിക്ഷുവിൻ്റെ പ്രസ്താവനയെ നിങ്ങൾ നിന്ദിക്കുകയോ അല്ലെങ്കിൽ സ്വീകരിക്കുകയോ ചെയ്യരുത്. എന്നാൽ അതിന് പകരമായിട്ട് നിങ്ങൾ അവരോട് ചോദ്യം ചോദിക്കുകയാണ് വേണ്ടത്. മിത്ര, ഈ 4 തരത്തിലുള്ള പ്രസ്താവന എല്ലാം അറിയുന്ന, എല്ലാം കാണുന്ന ഭഗവാനായിട്ടുള്ള അർഹന്തനായിട്ടുള്ള സമ്മാ സംബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. ആ 4 പ്രസ്താവനകൾ ഏതൊക്കെയാണ്? നമ്മൾ കണ്ടതിനെ കണ്ടു എന്ന് പറയുന്നു, കേട്ടതിനെ കേട്ടു എന്ന് പറയുന്നു, ചിന്തിച്ചതിനെ ചിന്തിച്ചു എന്ന് പറയുന്നു, അറിഞ്ഞതിനെ അറിഞ്ഞു എന്ന് പറയുന്നു. ഈ 4 തരത്തിലുള്ള പ്രസ്താവനയാണ് ആ ഭഗവാനായിട്ടുള്ള അർഹന്തനായിട്ടുള്ള സമ്മാ സംബുദ്ധൻ. അദ്ദേഹം എല്ലാം കാണുകയും അറിയുകയും ചെയ്യുന്നു. ആയുഷ്മാൻ ഭഗവാന്റെ ഈ 4 തരത്തിലുള്ള പ്രസ്താവനയെ എങ്ങനെയാണ് അറിയുന്നത്, എങ്ങനെയാണ് കാണുന്നത്? അതുമൂലം താങ്കളുടെ മനസ്സ് ആസവങ്ങളിൽ ഉപാദാനം അല്ലെങ്കിൽ ആസക്തി ഇല്ലാതെ വിമുക്തമാകുന്നു. ഇതിനെപ്പറ്റി ആയുഷ്മാൻ എന്താണ് അറിയുന്നത്, എന്താണ് കാണുന്നത്? ഭിക്ഷുക്കളെ, ആ ഭിക്ഷുവിൻ്റെ ആസവങ്ങൾ ക്ഷീണമായിട്ടുണ്ട് എങ്കിൽ, ബ്രഹ്മചര്യ ജീവിതം പൂർത്തിയാക്കിയിട്ടുണ്ട്, എന്തൊന്ന് ചെയ്യണമോ ചെയ്തിട്ടുണ്ട്, ഭാരം ഇറക്കി വെച്ചിട്ടുണ്ട്, അവരുടെ ലക്ഷ്യം നേടിയിട്ടുണ്ട്, പുനർജന്മം പരിപൂർണമായിട്ടും ഇല്ലാതാക്കിയിട്ടുണ്ട്, ശരിയായിട്ടുള്ള രീതിയിൽ മുക്തനായിട്ടുണ്ട് എങ്കിൽ ആ വ്യക്തിയുടെ ഉത്തരം ധർമ്മത്തിന് അനുസൃതമായിരിക്കും. അപ്പോൾ ആ ഭിക്ഷു ഇങ്ങനെയായിരിക്കും ഉത്തരം തരിക: ദിട്ടേഖോ അഹം ആവുസോ അനുപായോ അനപായോ അനിസിതോ അപ്പടിബദ്ധോ വിപ്പമുത്തോ വിസംയുക്തോ വിമര്യാദികതേന ചേതസാ വിഹരാമി. മിത്രമേ, കാണുന്നതിനെ ഞാൻ അതിലേക്ക് ആകൃഷ്ടനാകാതെ, അതിൽ നിന്ന് പുറത്തു പോകാൻ ശ്രമിക്കാതെ, അനാശ്രിതനായി, ബന്ധനമില്ലാതെ, അതിൽ നിന്ന് മുക്തനായിക്കൊണ്ട്, അതിൽ നിന്ന് അനാസക്തനായിക്കൊണ്ട്, മനസ്സിൽ അതിരുകളില്ലാതെ ഞാൻ വിഹരിക്കുന്നു. അതായത് കണ്ടതിനെ തൻ്റേത് എന്ന് കരുതുന്നില്ല, അതിലൊരിക്കലും ആസക്തനാകുന്നില്ല, അതിൽ വിമുക്തനായിക്കൊണ്ടാണ് വിഹരിക്കുന്നത്. അതുപോലെ തന്നെ മിത്രമേ, ഞാൻ കേൾക്കുന്ന കാര്യത്തിൽ, ചിന്തിക്കുന്ന കാര്യത്തിൽ, അതേപോലെ തന്നെ അറിയുന്ന കാര്യത്തിൽ, ആ കാര്യങ്ങളിൽ ഒന്നും തന്നെ ഞാൻ ആസക്തനാകുന്നില്ല, അതിൽ നിന്ന് അകന്നു പോകാനും ഞാൻ നോക്കുന്നില്ല. അതായത് അതിൽ രാഗമോ ദ്വേഷമോ ഇല്ല എന്നാണ് അർത്ഥം. അതിൽ നിന്ന് സ്വതന്ത്രനായിട്ട്, ബന്ധനമില്ലാതെ, മുക്തനായിട്ട്, അനാസക്തനായിട്ട്, മനസ്സിൽ അതിരുകളില്ലാതെയാണ് ഞാൻ വിഹരിക്കുന്നത്. മിത്രമേ, ഇങ്ങനെയാണ് ഈ 4 തരത്തിലുള്ള പ്രസ്താവനകളെ ഞാൻ കാണുന്നത്, അറിയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ മനസ്സ് ഉപാദാനം അല്ലെങ്കിൽ ആസക്തിയില്ലാതെ ആസവങ്ങളിൽ നിന്ന് വിമുക്തമായി എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ ഭിക്ഷുക്കളെ, നിങ്ങൾ ആ ഭിക്ഷുവിനെ സാധു അല്ലെങ്കിൽ വളരെ നന്നായി എന്ന് പറഞ്ഞിട്ട് ആ ഭിക്ഷുവിൻ്റെ വചനത്തെ അഭിനന്ദിക്കണം, അനുമോദിക്കണം. അങ്ങനെ സാധു എന്ന് പറഞ്ഞ് അഭിനന്ദിച്ച് അനുമോദിച്ചതിന് ശേഷം നിങ്ങൾ മറ്റൊരു ചോദ്യം ആ ഭിക്ഷുവിനോട് ചോദിക്കണം. മിത്രമേ, ഈ 5 ഉപാദാന സ്കന്ധങ്ങളെക്കുറിച്ച് ആ ഭഗവാൻ, അദ്ദേഹം എല്ലാം അറിയുന്ന വ്യക്തിയാണ്, കേൾക്കുന്ന വ്യക്തിയാണ്, അർഹന്തനാണ്, സമ്മാ സംബുദ്ധനാണ്. അദ്ദേഹം അതിനെപ്പറ്റി ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ആ 5 എന്താണ്?
ആ 5 രൂപ ഉപാദാന ഖന്ത, വേദന ഉപാദാന ഖന്ത, സംജ്ഞ ഉപാദാന ഖന്ത, സംഖാര ഉപാദാന ഖന്ത, വിജ്ഞാന ഉപാദാന ഖന്ത. ഉപാദാനം എന്ന് പറയുന്ന സമയത്ത് ആസക്തി, ഒട്ടിപ്പിടിക്കൽ എന്നെല്ലാമാണ് അർത്ഥം. ഖന്തം എന്ന് പറയുമ്പോൾ സ്കന്ധം. ആ ഭഗവാൻ എല്ലാം അറിയുന്ന, എല്ലാം കാണുന്ന അർഹന്തനായിട്ടുള്ള സമ്മാ സംബുദ്ധൻ, അദ്ദേഹമാണ് ഈ 5 ഉപാദാന സ്കന്ധങ്ങളെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. ആയുഷ്മാൻ എങ്ങനെയാണ് ഈ 5 ഉപാദാന സ്കന്ധങ്ങളെ കാണുന്നത്? അതുമൂലം താങ്കളുടെ മനസ്സ് ഉപാദാനമില്ലാതെ സർവ്വ ആസവങ്ങളിൽ നിന്നും ചിത്തം വിമുക്തമാകുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഏതെങ്കിലും ഭിക്ഷു ബ്രഹ്മചര്യം പൂർത്തിയാക്കിയിട്ടുണ്ട്, ഏതൊന്ന് ചെയ്യണമോ ചെയ്തു തീർത്തു, പുനർജന്മം അവസാനിച്ചു, ആസവം അവസാനിച്ചു. അങ്ങനെയുള്ള ഭിക്ഷു ധർമ്മത്തിന് അനുസൃതമായി ഇപ്രകാരമായിരിക്കും ഉത്തരം കൊടുക്കുക: മിത്രമേ, രൂപം എന്നത് ബലഹീനമാണ്, മറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതാണ്. എൻ്റെ മനസ്സിൽ ആ രൂപത്തെപ്പറ്റിയുള്ള ആസക്തി, ഒട്ടുപിടിക്കൽ, മനസ്സ് വയ്ക്കൽ, ആഗ്രഹം ഇവയെല്ലാം ഇല്ലാതായി, അവ മറഞ്ഞുപോയി, അത് നഷ്ടമായി, അത് പൂർണ്ണമായിട്ടും നിന്നുപോയി. അതുമൂലം എൻ്റെ മനസ്സ് വിമുക്തമായി. ഇനി അതേപോലെ തന്നെയാണ് ബാക്കിയുള്ള 4 ഉപാദാന സ്കന്ധങ്ങളെക്കുറിച്ച് പറയുന്നത്. വേദന, സംഖ്യ, സംസ്കാരം, വിജ്ഞാനം ഇവ ഒന്നും ബലമില്ലാത്തതാണ്, മറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നതാണ്, വിശ്വാസയോഗ്യമല്ല. അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ നിന്ന് ഇതിനോടുള്ള ഉപാദാനം അല്ലെങ്കിൽ ആസക്തി അവസാനിച്ചത്, മറഞ്ഞുപോയത്, ഇല്ലാതായത്, അതിനെ ഉപേക്ഷിച്ചത്. അതിനോടുള്ള ആകർഷണം, അത് എൻ്റെയാണ് എന്നുള്ള തോന്നൽ, അതിൽ മനസ്സ് വയ്ക്കൽ, അതിൽ വീണ്ടും വീണ്ടും ഏർപ്പെടൽ, അങ്ങനെയാണ് ഞാനിതിൽ നിന്ന് വിമുക്തനായിട്ടുള്ളത്. മിത്രമേ, ഇങ്ങനെയാണ് ഞാൻ ഈ 5 ഉപാദാന സ്കന്ധങ്ങളെക്കുറിച്ചിട്ട് അറിഞ്ഞിട്ടുള്ളത്, കണ്ടിട്ടുള്ളത്. അതിനാൽ ഈ 5 ഉപാദാന സ്കന്ധങ്ങളിൽ ഉപാദാനമില്ലാതെ എൻ്റെ മനസ്സ് ആസവങ്ങളിൽ നിന്ന് വിമുക്തമായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ഭിക്ഷുവിനോട് സാധു എന്ന് പറയണം. അതിനുശേഷം ആ ഭിക്ഷുവിൻ്റെ വചനങ്ങളെ അഭിനന്ദിക്കണം, അനുമോദിക്കണം. അതിനുശേഷം സാധു എന്ന് പറഞ്ഞ് അഭിനന്ദിച്ചതിന് ശേഷം, അനുമോദിച്ചതിന് ശേഷം മറ്റൊരു ചോദ്യം ചോദിക്കണം. മിത്ര, 6 ധാതുക്കളെ പറ്റി ഭഗവാൻ ശരിയായിട്ടുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഭഗവാൻ എല്ലാം അറിഞ്ഞിട്ടുള്ള ഭഗവാനാണ്, കണ്ടിട്ടുള്ള വ്യക്തിയാണ്, അർഹന്തനാണ്, സമ്മാ സംബുദ്ധനാണ്. ആ 6 ഏതെല്ലാമാണ്? പൃഥ്വി ധാതു അല്ലെങ്കിൽ ഭൂമി ധാതു, ആപോ ധാതു അല്ലെങ്കിൽ ജലധാതു, തേജോ ധാതു അല്ലെങ്കിൽ അഗ്നിധാതു, വായോ ധാതു അല്ലെങ്കിൽ വായുധാതു, ആകാശധാതു, വിജ്ഞാനധാതു. ഇതാണ് ഭഗവാനായിട്ടുള്ള, എല്ലാം അറിയുന്ന, എല്ലാം കാണുന്ന, അർഹന്തനായിട്ടുള്ള, സമ്മാ സംബുദ്ധനായിട്ടുള്ള അദ്ദേഹം പറഞ്ഞിട്ടുള്ള 6 ധാതുക്കൾ. ആയുഷ്മാൻ ഈ 6 ധാതുക്കളെ എങ്ങനെയാണ് കണ്ടിട്ടുള്ളത്, എങ്ങനെയാണ് അറിഞ്ഞിട്ടുള്ളത്? അതുമൂലം താങ്കളുടെ മനസ്സ് ഉപാദാനമില്ലാതെ ആസവങ്ങളിൽ നിന്ന് ചിത്തം വിമുക്തമായിട്ടുള്ളത്. ഏതെങ്കിലും ഒരു ഭിക്ഷുവിടെ ആസവങ്ങൾ പരിപൂർണമായിട്ടും സമാപ്തമായിട്ടുണ്ട്, അർഹന്തനായിട്ടുണ്ട് എങ്കിൽ ധർമ്മത്തിന് അനുസൃതമായി ആ ഭിക്ഷു ഇപ്രകാരമായിരിക്കും ഉത്തരം തരിക: മിത്രമേ, പൃഥ്വിധാതുവിനെ ഞാൻ എന്ന് ഒരിക്കലും ഞാൻ കരുതുന്നില്ല. അതുകൂടാതെ ഞാൻ എന്നത് പൃഥ്വിധാതുവിൽ ആണ് എന്നും ഞാൻ കരുതുന്നില്ല. അതുമൂലം എൻ്റെ മനസ്സ് അതിൽ നിന്ന് വിമുക്തമായി, ആ പൃഥ്വിധാതുവിനോടുള്ള ആസക്തി എനിക്കില്ലാതായി, ആസ്വാദനം ഇല്ലാതായി, അതിനോടുള്ള ഒട്ടിപ്പിടിക്കൽ ഇല്ലാതായി, അതിൽ മനസ്സ് വയ്ക്കൽ ഇല്ലാതായി, അതിൽ നിലനിൽക്കണം എന്നുള്ള ആഗ്രഹമില്ലാതായി. അങ്ങനെയാണ് എൻ്റെ മനസ്സ് അതിൽ നിന്ന് മുക്തമായത്, അതിൽ നിന്ന് ഇല്ലാതായത്, അത് നിരോധമായത്, അതിനെ ഞാൻ ഉപേക്ഷിച്ചത്, അതിനെ ഞാൻ ഇല്ലാതാക്കിയത്. അതായത് ആസക്തിയെ ഇല്ലാതാക്കി എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഭിക്ഷുക്കളെ, ഞാൻ ഈ ആപോധാതു, തേജോധാതു, വായോധാതു, ആകാശധാതു, വിജ്ഞാനധാതു ഇവ ഒന്നും ഞാനാണ് എന്ന് കരുതുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ഇതിലാണ് ആശ്രയിച്ചിരിക്കുന്നത് എന്നും പറയുന്നില്ല. അതുമൂലം ഈ 6 ധാതുക്കളിലും എൻ്റെ മനസ്സ് ഒട്ടും തന്നെ ആകർഷണമാകുന്നില്ല. ഇവയോടുള്ള ആസക്തി ക്ഷയിച്ചു, രാഗം നിരോധമായി, ആസക്തി ഞാൻ ഉപേക്ഷിച്ചു,
അതിൽ നിന്ന് വിമുക്തനായി. അപ്പോൾ എൻ്റെ മനസ്സിൽ ഉപാദാനമില്ലാതായി. അങ്ങനെ എൻ്റെ മനസ്സ് അതിൽ നിന്ന് വിമുക്തമായി. മിത്രമേ, ഇങ്ങനെയാണ് ഞാൻ ഈ 6 ധാതുക്കളെ കാണുന്നത്, അറിയുന്നത്. അതുമൂലം എൻ്റെ മനസ്സ് ഉപാദാനങ്ങൾ ഇല്ലാതെ ചിത്തം ആസവങ്ങളിൽ നിന്ന് വിമുക്തമായി. അപ്പോൾ ഭിക്ഷുക്കളെ, നിങ്ങൾ ആ ഭിക്ഷുവിനെ സാധു എന്ന് പറഞ്ഞിട്ട് അഭിനന്ദിക്കണം, അനുമോദിക്കണം. അങ്ങനെ സാധു എന്ന് പറഞ്ഞ് അഭിനന്ദിച്ചതിന് ശേഷം, അനുമോദിച്ചതിന് ശേഷം ആ ഭിക്ഷുവിനോട് മറ്റൊരു ചോദ്യം ചോദിക്കണം. മിത്ര, ഭഗവാനായിട്ടുള്ള ആ അർഹന്തൻ, അദ്ദേഹം എല്ലാം അറിയുകയും കാണുകയും ചെയ്യുന്നു. അദ്ദേഹം 6 തരത്തിലുള്ള ഉള്ളിലും പുറമേയുമുള്ള ആയതനങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആയതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാതിൽ എന്നാണ് അർത്ഥം. ആ 6 ഏതൊക്കെയാണ്? ചക്ഷു രൂപം, കാത് ശബ്ദം, മൂക്ക് ഗന്ധം, നാവ് രുചി, ശരീരം സ്പർശം, മനസ്സ് ധർമ്മം. ഇതാണ് 6 ഉള്ളിലുള്ളതും പുറമേയുള്ളതുമായിട്ടുള്ള ആയതനങ്ങൾ. അതായത് കണ്ണ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ആയതനമാണ്, എന്നാൽ രൂപം പുറമേയുള്ള ആയതനമാണ്. ഇങ്ങനെയാണ് ബാക്കിയുള്ള എല്ലാ കാര്യത്തെയും കുറിച്ച് അറിയേണ്ടത്. ഇതാണ് അകത്തും പുറത്തുമുള്ള 6 ആയതനങ്ങൾ. ഇതിനെ പറ്റിയിട്ടാണ് എല്ലാം അറിയുന്ന, എല്ലാം കാണുന്ന ഭഗവാനായിട്ടുള്ള അർഹന്തനായിട്ടുള്ള സമ്മാ സംബുദ്ധൻ പറഞ്ഞിട്ടുള്ളത്. ആയുഷ്മാൻ ഇതിനെ എങ്ങനെയാണ് അറിയുന്നത്, എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഈ 6 ഉള്ളിലുള്ളതും പുറമേയുള്ള ആയതനങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? അതുമൂലം ഉപാദാനമില്ലാതെ എങ്ങനെയാണ് താങ്കളുടെ മനസ്സ് വിമുക്തമായത്? അർഹന്തനായിട്ടുള്ള ഒരു ഭിക്ഷു, അദ്ദേഹം ധർമ്മത്തിന് അനുസൃതമായിട്ട് ഇതിന് ഇപ്രകാരമായിരിക്കും ഉത്തരം കൊടുക്കുക. മിത്ര, എൻ്റെ മനസ്സ് കണ്ണിനോടും രൂപത്തോടും ചക്ഷു വിജ്ഞാനത്തോടും ചക്ഷുവിജ്ഞാനത്താൽ അറിയപ്പെടുന്ന കാര്യങ്ങളോടും ഉള്ള രാഗവും ആഗ്രഹവും ആസ്വാദനവും അതിനോടുള്ള ഒട്ടിപ്പിടിക്കലും അതിൽ മനസ്സ് വയ്ക്കലും അതിൽ മനസ്സ് നിർത്തലും എല്ലാം ഇല്ലാതായി. അങ്ങനെ ആ ആഗ്രഹവും അതേപോലെ തന്നെ രാഗവും ഉപേക്ഷിച്ചത് മൂലം, അത് ഇല്ലാതാക്കിയത് മൂലം, അതിനെ നിരോധമാക്കിയതുകൊണ്ട്, അതിനെ അവസാനിപ്പിച്ചതുകൊണ്ട്, അതിനെ മായ്ച്ചു കളഞ്ഞതുകൊണ്ട് എൻ്റെ മനസ്സ് അതിൽ നിന്നും വിമുക്തമായി. അതേപോലെ തന്നെയാണ് കാത് ശബ്ദം, മൂക്ക് ഗന്ധം, നാവ് രുചി, ശരീരം സ്പർശം, മനസ്സ് ധർമ്മം. ഇപ്രകാരമാണ് മിത്രമേ ധർമ്മം, അതേപോലെ തന്നെ മനോവിജ്ഞാനം, മനസ്സ്, മനോവിജ്ഞാനത്തിൽ നിന്നുണ്ടായിട്ടുള്ള മറ്റ് ധർമ്മങ്ങൾ, അതിനോട് എൻ്റെ മനസ്സിൽ ആഗ്രഹമില്ല, രാഗമില്ല, ആഹ്ലാദമില്ല, തൃഷ്ണയില്ല, ഉപാദാനം അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കലില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ അതിനോടുള്ള ആസക്തി അത് ക്ഷയിച്ചു, രാഗമില്ലാതായിട്ട് നിരോധമായി, അതിനെ ഞാൻ ഉപേക്ഷിച്ചു, അതില്ലാതായി, വിമുക്തമായി. ഇങ്ങനെയാണ് മിത്രമേ ഞാൻ ഈ 6 ഉള്ളിലുള്ളതും പുറമേ ഉള്ളതുമായിട്ടുള്ള ആയതനങ്ങൾ അതിൽ ഉപാദാനമില്ലാതെ അല്ലെങ്കിൽ ആസക്തി വയ്ക്കാതെ എൻ്റെ ചിത്തം ആസവങ്ങളിൽ നിന്ന് വിമുക്തമായിട്ടുള്ളത്. അപ്പോൾ സാധു എന്ന് പറഞ്ഞ് നിങ്ങൾ ആ ഭിക്ഷുവിനെ അനുമോദിക്കണം, അഭിനന്ദിക്കണം. അതിനുശേഷം സാധു എന്ന് പറഞ്ഞ് ആ ഭിക്ഷുവിനെ അഭിനന്ദിച്ചതിനും അനുമോദിച്ചതിന് ശേഷം ആ ഭിക്ഷുവിനോട് മറ്റൊരു പ്രശ്നം ചോദിക്കണം. മിത്ര, താങ്കൾ എങ്ങനെയാണ് അറിഞ്ഞത്, എങ്ങനെയാണ് കണ്ടത്? ഈ വിജ്ഞാനമുള്ള ശരീരത്തിൽ പുറമേയുള്ള വസ്തുക്കൾ വന്ന് മുട്ടുന്ന സമയത്ത്, സ്പർശിക്കുന്ന സമയത്ത് അതിൽ താങ്കൾക്ക് ഞാൻ എന്ന ഭാവമില്ല, എൻ്റെ എന്ന ഭാവമില്ല, അഭിമാനം എന്ന ഭാവം ഇല്ല. ഇതിനെ താങ്കൾ എങ്ങനെയാണ് അറിയുന്നത്? അതായത് ശരീരം വിജ്ഞാനമുള്ള ശരീരമാണ്. ഇതിൽ നമ്മൾക്ക് എപ്പോഴും പുറമേയുള്ള ബാഹ്യവസ്തുക്കൾ വന്ന് സ്പർശിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അതൊന്നും ഞാനല്ല, എൻ്റെയല്ല, അഭിമാനമില്ലാതെ ഇതിനെ എങ്ങനെ വീക്ഷിക്കാം? അതാണ് ഇവിടെ ചോദിക്കുന്നത്. ഒരു ഭിക്ഷുവിൻ്റെ ആസവങ്ങൾ ക്ഷീണമായിട്ടുണ്ട് അല്ലെങ്കിൽ അർഹന്തനായിട്ടുണ്ട് എങ്കിൽ ആ ഭിക്ഷു ധർമ്മത്തിന് അനുസൃതമായിട്ട് ഇതിനെങ്ങനെയായിരിക്കും ഉത്തരം തരിക? മിത്രമേ, മുൻപ് ഞാൻ ഒരു ഗൃഹസ്ഥനായിരുന്ന സമയത്ത് ഞാൻ വളരെ അജ്ഞാനിയായിരുന്നു. അതിനുശേഷം തഥാഗതൻ അല്ലെങ്കിൽ തഥാഗതൻ്റെ ശിഷ്യൻ എനിക്ക് ധർമ്മം ഉപദേശിച്ചു. അപ്പോൾ എനിക്ക് ആ തഥാഗതനിൽ
ശ്രദ്ധ ഉൽപ്പന്നമായി. ശ്രദ്ധ ഉൽപ്പന്നമായി കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഗൃഹസ്ഥ ജീവിതം വൃത്തികെട്ടതാണ്, സുഖകരമല്ല. എന്നാൽ സന്യാസ ജീവിതം തുറന്ന ആകാശം പോലെയാണ്. ശംഖ് പോലെ പരിശുദ്ധമായിട്ടുള്ള ആ സന്യാസി ജീവിതം ജീവിക്കുക എന്നത് ഗൃഹസ്ഥന്മാർക്ക് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. എന്തുകൊണ്ട് ഞാൻ താടിയും മുടിയും വടിച്ച് കാഷായ വസ്ത്രം ധരിച്ച് ഗൃഹസ്ഥ ജീവിതത്തിൽ നിന്ന് സന്യാസിയായിട്ട് തീരുന്നില്ല? കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഞാൻ വലിയതും ചെറിയതുമായിട്ടുള്ള സമ്പാദ്യം ഉപേക്ഷിച്ചു. അതിനുശേഷം വലിയതും ചെറിയതുമായിട്ടുള്ള കുടുംബ ബന്ധങ്ങൾ ഉപേക്ഷിച്ചു. അതിനുശേഷം എൻ്റെ താടിയും മുടിയും വടിച്ചതിന് ശേഷം കാഷായ വസ്ത്രം ധരിച്ച് ഞാൻ ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് സന്യാസിയായിട്ട് തീർന്നു. സന്യാസിയായിട്ട് തീർന്നതിന് ശേഷം സന്യാസിക്കുള്ള ആജീവിക അതേപോലെ തന്നെ ശിക്ഷ ഞാൻ എടുക്കാൻ തുടങ്ങി. ഞാൻ പ്രാണികളെ കൊല്ലുന്നത് ഒഴിവാക്കി. ശസ്ത്രവും അതേപോലെ തന്നെ വടിയും ഉപേക്ഷിച്ചു. പ്രാണികളോട് ദയയും അതേപോലെ തന്നെ അനുകമ്പയും മനസ്സിൽ കൊണ്ടുവന്ന് ഞാൻ ജീവിക്കാൻ തുടങ്ങി. അതായത് സർവ്വപ്രാണികളെയും കൊല്ലുന്നത് ഞാൻ ഉപേക്ഷിച്ചു. അവയോട് ദയയും അനുകമ്പയും എൻ്റെ മനസ്സിൽ കൊണ്ടുവന്നു. ഞാൻ മോഷണം ഒഴിവാക്കി. എനിക്ക് തന്നത് മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ, തരുന്നത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അങ്ങനെ മോഷ്ടിക്കാതെ ഞാൻ സ്വയം തന്നെ പരിശുദ്ധനാക്കി വെച്ചു. ഞാൻ അബ്രഹ്മചര്യം ഒഴിവാക്കി ബ്രഹ്മചാരിയായി. ഞാൻ വൃത്തികെട്ട ഗ്രാമീണ ധർമ്മമായിട്ടുള്ള മൈഥുന ധർമ്മം ഉപേക്ഷിച്ചു. ഞാൻ നുണ പറയുന്നത് ഒഴിവാക്കി. സത്യം മാത്രമേ പറയുള്ളൂ. സത്യത്തോട് ഞാൻ കൂടിച്ചേർന്നു. ഞാൻ സത്യസന്ധനായിരുന്നു. എല്ലാവരും എന്നെ വിശ്വസിക്കാൻ സാധിക്കും. ഞാൻ ഒരിക്കലും ലോകത്തെ എൻ്റെ വാക്കുകൾ കൊണ്ട് വഞ്ചിക്കില്ല. ഞാൻ ഏഷണി പറയുന്നത് ഉപേക്ഷിച്ചു. ഒരിടത്ത് കേട്ടത് മറ്റൊരിടത്ത് ഞാൻ പറയുന്നില്ല. അതുമൂലം ആൾക്കാരെ ഞാൻ തമ്മിൽ തെറ്റിക്കുന്നില്ല. അതിനു പകരമായിട്ട് തെറ്റിപ്പിരിഞ്ഞ് നടക്കുന്നവരെ ഒന്നാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ ഐക്യത്തെ അനുകൂലിക്കുന്നു. ഐക്യത്തിൽ ഞാൻ സന്തോഷിക്കുന്നു. ഐക്യത്തെ ഞാൻ സ്നേഹിക്കുന്നു. ഐക്യം ഉണ്ടാക്കുന്ന വാക്കുകൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ. ഞാൻ കടുവചനം സംസാരിക്കുന്നില്ല. ഞാൻ മധുരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാറുള്ളൂ. കാതിന് പ്രിയമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ. ഹൃദയത്തിൽ തട്ടുന്ന വാക്കുകൾ മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ. മര്യാദപൂർണ്ണമായിട്ടുള്ള ഇഷ്ടമുള്ള അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ആൾക്കാരോട് സംസാരിക്കാറുള്ളൂ. ഞാൻ മിഥ്യാഭാഷണം ഉപേക്ഷിച്ചു. എൻ്റെ വർത്തമാനം സമയാനുസൃതമായിരിക്കും, സത്യമായിരിക്കും, അർത്ഥവത്തായിരിക്കും, ധർമ്മത്തിനും വിനയത്തിനും അനുകൂലമായിരിക്കും. ഞാൻ സമയാസമയത്ത് മാത്രമേ സംസാരിക്കുള്ളൂ. അത് വളരെ വിലപ്പെട്ടതായിരിക്കും, അർത്ഥവത്തായിരിക്കും, ചുരുക്കി ഉള്ളതായിരിക്കും, ഗുണകരമായിരിക്കും. ഞാൻ ചെടികൾക്കോ വിത്തുകൾക്കോ നാശമുണ്ടാക്കുന്നില്ല. ഞാൻ ദിവസത്തിൽ ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കുന്നുള്ളൂ. രാത്രി ഭക്ഷണം കഴിക്കുന്നില്ല. അതുകൂടാതെ തെറ്റായിട്ടുള്ള സമയത്തും ഞാൻ ഭക്ഷണം കഴിക്കാറില്ല. അതായത് ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കാറില്ല. ഞാൻ നൃത്തം, ഗീതം, അതേപോലെ തന്നെ സംഗീതം, മേള ഇവയൊന്നും കാണാൻ പോകാറില്ല. അതേപോലെ തന്നെ മാല, ഗന്ധ, വിലേപന, ധാരണ, മണ്ഡന ഇവയൊന്നും കൊണ്ടും ഞാൻ എന്നെ അലങ്കരിക്കാറില്ല. ഉയർന്നതും വിലപിടിപ്പുള്ളതുമായിട്ടുള്ള കിടക്കകൾ ഞാൻ ഒഴിവാക്കുന്നു. ഞാൻ സ്വർണവും ധനവും സ്വീകരിക്കാറില്ല. വേവിക്കാത്ത ധാന്യം, വേവിക്കാത്ത മാംസം, അതേപോലെ തന്നെ സ്ത്രീകൾ, പെൺകുട്ടികൾ, ദാസന്മാർ, ദാസിമാർ, ആടുകൾ, ചെമ്മരിയാടുകൾ, കോഴികൾ, പന്നികൾ, ആനകൾ, പശുക്കൾ, കുതിരകൾ, കഴുതകൾ, കൃഷിസ്ഥലം, അതേപോലെ തന്നെ സാധാരണ സ്ഥലം ഇവയൊന്നും ഞാൻ സ്വീകരിക്കാറില്ല. ഞാൻ ദൂതന്മാരുടെ പണി ചെയ്യാറില്ല. അതുകൂടാതെ ക്രയവിക്രയത്തിൻ്റെ പണി ചെയ്യാറില്ല. അളവുകളെ തെറ്റാക്കുന്ന കാര്യം ചെയ്യാറില്ല. അളവുകളെ, തൂക്കങ്ങളെ, അതേപോലെ തന്നെ ലോഹങ്ങളെ ഞാൻ ഒരിക്കലും അവയിലൊന്നും ഞാൻ മായം ചേർക്കാറില്ല. കൈക്കൂലിയോ അതേപോലെ തന്നെ തെറ്റോ വഞ്ചനയോ ഡ്യൂപ്ലിക്കേറ്റായിട്ടുള്ള കാര്യങ്ങളോ ഞാൻ ചെയ്യാറില്ല. ആൾക്കാരുടെ അംഗവിച്ഛേദമോ കൊലയോ തട്ടിക്കൊണ്ടുപോകലോ കൊള്ളയോ തട്ടിപ്പറിക്കലോ ലഹളയോ ഞാൻ ഉണ്ടാക്കാറില്ല.
എൻ്റെ ശരീരത്തിനെ തൃപ്തിപ്പെടുത്തുവാൻ ചീവരവും അതേപോലെ തന്നെ വയറിനെ തൃപ്തിപ്പെടുത്തുവാൻ ഭിക്ഷാന്നവും മാത്രമേ ഞാൻ സ്വീകരിക്കാറുള്ളൂ. ഞാൻ എവിടെ പോവുകയാണെങ്കിലും ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. ഞാൻ ഒരു പക്ഷിയെപ്പോലെയാണ്. അത് എവിടെ പറക്കുകയാണെങ്കിലും അതിൻ്റെ ചിറകുകൾ മാത്രമായിരിക്കും അതിൻ്റെ ഭാരം. അതുപോലെ തന്നെ എൻ്റെ ശരീരത്തെ മറയ്ക്കാൻ ചീവരവും അതേപോലെ തന്നെ വയറിന് ഭിക്ഷാന്നവും. എവിടെ പോവുകയാണെങ്കിലും ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഞാൻ സ്വീകരിക്കാറുള്ളൂ. അതിൽ മാത്രമായിരിക്കും ഞാൻ തൃപ്തനായിരിക്കുന്നത്. ഈ മുഴുവൻ ആര്യശീലത്താൽ എൻ്റെ ഉള്ളിൽ ഒരു അനവജ്ജ സുഖം, അതായത് മറ്റുള്ളവർക്ക് നിന്ദിക്കാൻ പറ്റാത്ത ഒരു സുഖം എൻ്റെ ഉള്ളിൽ ഉണ്ടായി. ഇപ്പോൾ ശീലം കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഇന്ദ്രിയ സംവരണമാണ് ചെയ്യാൻ പോകുന്നത്, ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം. സോ ചക്കുണ രൂപം ദിസ്വ ന നിമിത്തഗാഹി അഹോസിം നാനു വ്യഞ്ജനഗാഹി. കണ്ണിനാൽ ഒരു രൂപത്തെ കാണുന്ന സമയത്ത് ആ നിമിത്തത്തെ ഗ്രഹിക്കുന്നില്ല, അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുന്നും ഇല്ല, അതിൻ്റെ വിശദാംശങ്ങളെപ്പറ്റി ചിന്തിക്കുന്നില്ല. അതായത് ഈ രൂപം ഇന്നതാണോ, നല്ലതാണോ, ചീത്തയാണോ ഒന്നും തന്നെ ചിന്തിക്കുന്നില്ല. എന്തെന്നാൽ ചക്ഷു എന്ന ആ ഇന്ദ്രിയത്തെ നിയന്ത്രിച്ചില്ല എങ്കിൽ അഭിജ്യ, അതായത് ഞാൻ എൻ്റെ എന്നുള്ള തോന്നൽ, അതേപോലെ തന്നെ ദൗർമനസം തുടങ്ങിയ പാപക അകുശല ധർമ്മങ്ങൾ നമ്മുടെ മനസ്സിൽ കുടിയേറുന്നതാണ്. അതിനാലാണ് ചക്ഷു എന്ന ഇന്ദ്രിയത്തെ നിയന്ത്രിക്കാൻ പറയുന്നത്. ചക്ഷു എന്ന ഇന്ദ്രിയത്തെ നിയന്ത്രിക്കേണ്ടത്, നിയന്ത്രിച്ചിട്ട് അതിൽ നമ്മൾ സംവരണം കൈവരിക്കണം. അതേപോലെ തന്നെ കാതുകൊണ്ട് ശബ്ദം കേൾക്കുന്ന സമയത്ത്, മൂക്കുകൊണ്ട് മണം അറിയുന്ന സമയത്ത്, നാവ് കൊണ്ട് രുചി അറിയുന്ന സമയത്ത്, ശരീരം കൊണ്ട് സ്പർശം അനുഭവിക്കുന്ന സമയത്ത്, മനസ്സ് അതിൻ്റെ ധർമ്മത്തെ സ്പർശിക്കുന്ന സമയത്ത്, ഈ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ വിഷയങ്ങളെ സ്പർശിക്കുന്ന സമയത്ത് ഒരിക്കലും അതിൻ്റെ നിമിത്തത്തെ ഗ്രഹിക്കരുത്. അതായത് ആ വിഷയത്തെ നമ്മൾ ഗ്രഹിക്കരുത്, അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കരുത്. എന്തെന്നാൽ ഈ 5 ഇന്ദ്രിയങ്ങളെയും നമ്മൾ സംവരണം ചെയ്തിട്ടില്ല എങ്കിൽ, നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ അഭിജ്യ, അതായത് അത് എൻ്റെയാണ് തുടങ്ങിയ തോന്നലും ദൗർമനസ്സവും അതേപോലെ തന്നെ പാപങ്ങളായിട്ടുള്ള അകുശലങ്ങളായിട്ടുള്ള ധർമ്മങ്ങളും നമ്മുടെ മനസ്സിൽ കുടിയേറും. അതുകൊണ്ടാണ് അതിനെ നിയന്ത്രിക്കണം എന്ന് പറയുന്നത്. എന്നിട്ട് ഈ 6 ഇന്ദ്രിയങ്ങളിലും നിയന്ത്രണം കൈവരുത്തുന്നു. ഇങ്ങനെ ഇന്ദ്രിയ സംവരം പരിപൂർണമായിട്ട് ഉണ്ടാകുന്ന സമയത്ത് ഉള്ളിൽ അഭ്യാസേക സുഖം, ഈ അഭ്യാസത്താൽ ഒരു നല്ല സുഖം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നു. അടുത്തതായിട്ട് സമ്പജന്യത്തിൻ്റെ അഭ്യാസമാണ് ചെയ്യുന്നത്. പുറത്തു പോകുന്ന സമയത്തും അകത്ത് വരുന്ന സമയത്തും സമ്പജാനം ഉണ്ടാകുന്നു. നേരെ നോക്കുന്ന സമയത്തും വശങ്ങളിലേക്ക് നോക്കുന്ന സമയത്തും സമ്പജാനം ഉള്ളിൽ ഉണ്ടാക്കുന്നു. കാലുകൾ മടക്കുകയും നിവർത്തുകയും ചെയ്യുന്ന സമയത്ത് സമ്പജന്യത്തോടുകൂടി ചെയ്യുന്നു. പുറമേയുള്ള വസ്ത്രം ധരിക്കുന്ന സമയത്ത് സമ്പജന്യം ഉണ്ടാകുന്നു. ഭിക്ഷാപാത്രവും അതേപോലെ തന്നെ ചീവരവും ധരിക്കുന്ന സമയത്ത് സമ്പജന്യം ഉണ്ടാകുന്നു. ഭക്ഷിക്കുന്ന സമയത്ത്, കുടിക്കുന്ന സമയത്ത്, ചവയ്ക്കുന്ന സമയത്ത്, രുചിക്കുന്ന സമയത്ത്, മൂത്രമൊഴിക്കുന്ന സമയത്ത്, മലവിസർജന സമയത്ത്, നടക്കുന്ന സമയത്ത്, നിൽക്കുന്ന സമയത്ത്, ഇരിക്കുന്ന സമയത്ത്, ഉറങ്ങുന്ന സമയത്ത്, ഉണരുന്ന സമയത്ത്, സംസാരിക്കുന്ന സമയത്ത്, മൗനമായിരിക്കുന്ന സമയത്ത്, എല്ലാ സമയത്തും സമ്പജന്യം ഉണ്ടാകുന്നു. അങ്ങനെ ഈ പൂർണ്ണമായിട്ടുള്ള ആര്യശീലം, ആര്യ ഇന്ദ്രിയ സംവരം, ആര്യ സതി, അതേപോലെ തന്നെ സമ്പജന്യം എനിക്ക് ഉണ്ടാകുന്ന സമയത്ത് ഞാൻ നിർജ്ജനമായിട്ടുള്ള ഒരു സ്ഥലം തേടി പോകുന്നു. അത് ഒരു അരണ്യമായിരിക്കാം, വൃക്ഷത്തിൻ്റെ ചുവടായിരിക്കാം, ഒരു പർവ്വതമായിരിക്കാം, ഒരു താഴ്വരയായിരിക്കാം, ഒരു മലയായിരിക്കാം, അല്ലെങ്കിൽ ശ്മശാനമായിരിക്കാം, വനമായിരിക്കാം, അല്ലെങ്കിൽ തുറന്ന ആകാശമായിരിക്കാം. അവിടെ കുറച്ച് ഉണങ്ങിയ പുല്ലുകൾ ഞാൻ നിവർത്തിയിടുന്നു. ഭിക്ഷാടനം കഴിഞ്ഞ് വന്നതിന് ശേഷം, ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ ചമ്രം പടിഞ്ഞിരുന്നു. അതിനുശേഷം എൻ്റെ ശരീരം നിവർത്തി വയ്ക്കുന്നു. എന്നിട്ട് പരിമുഖം സതിം ഉപഠഭിത്വ, എൻ്റെ മുഖത്തിന് ചുറ്റും എൻ്റെ സതി ഞാൻ പ്രതിഷ്ഠിതമാക്കുന്നു. ഈ ലോകത്തിനോടുള്ള ആസക്തി ഉപേക്ഷിച്ചുകൊണ്ട്, ഈ ലോകത്തിൽ ആസക്തിയില്ലാതെ ഞാൻ ധ്യാനിക്കുന്നു. ചിത്തത്തിൽ നിന്ന് ആസക്തിയെ ഞാൻ ഇല്ലാതാക്കുന്നു.
ഇവിടെ ആസക്തി എന്ന് പറയുന്നത്, അഭിജ്ഞ എന്ന് പറയുന്നത് രാഗത്തിൻ്റെ തന്നെ ഒരു പര്യായമാണ്, അല്ലെങ്കിൽ കാമഛന്തത്തിൻ്റെ തന്നെ ഒരു പര്യായമാണ്. ഇപ്പോൾ നീവരണത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. സോ അഭിജ്ഞം ലോകേ പഹായ വിഗതാഭിജ്ഞേന ചേതസ വിഹാസിം അഭിജ്ഞായ ചിത്തം പരിശോദേശിം. ചിത്തത്തിൽ നിന്ന് അഭിജ്ഞയെ പരിപൂർണമായിട്ട് നീക്കം ചെയ്യുന്നു. ഇവിടെ പറയുന്ന അഭിജ്ഞ പിന്നെ അവിദ്യ രണ്ടും വെവ്വേറെയാണ്. അവിദ്യ എന്ന് പറയുന്ന സമയത്ത് അജ്ഞാനം എന്നാണ് അർത്ഥം. ഇവിടെ അഭിജ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊവറ്റസ്നെസ്, അതായത് ഞാൻ, എൻ്റെ എന്നുള്ള ആ ഭാവം, എൻ്റേത് എന്നുള്ള തോന്നൽ. അടുത്തതായിട്ട് വ്യാപാദ ദോഷം പഹായ അഭ്യാപന്ന ചിത്തോ വിഹരസ്മിം സബ്ബ പാണ ഭൂതഹിതാനുകമ്പി വ്യാപാദ ദോഷ ചിത്തം പരിശോദേശിം. ആദ്യത്തേത് നമ്മൾ രാഗത്തെ ഇല്ലാതാക്കി. ഇനി അടുത്തതായിട്ട് ദ്വേഷത്തെ ഇല്ലാതാക്കണം, വ്യാപാദം. അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ധ്യാനം എന്ന് പറയുന്നത് സർവ്വ പ്രാണികളോടും ദയ, അനുകമ്പ തുടങ്ങിയ ഗുണങ്ങൾ നമ്മുടെ ഉള്ളിൽ വരുത്തുന്നു. അങ്ങനെ സർവ്വ പ്രാണികളോടും ഉള്ളിൽ അനുകമ്പ വളർത്തി നമ്മൾ ഈ വ്യാപാദ ദോഷത്തിൽ നിന്ന് വെളിയിൽ വരുന്നു. അടുത്തതായിട്ട് തീനമിത്തം ഭായ വിഗത തീനമിത്തോ വിഹാസിം ആലോകസഞ്ജി സതോ സമ്പജാനോ തീനമിത്ത ചിത്തം പരിശോദേശിം. അടുത്തതായിട്ട് നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഉള്ള ആലസ്യത്തെ ഇല്ലാതാക്കി ആലസ്യമില്ലാതെ വിഹരിക്കുന്നു. അതിന് പറഞ്ഞിട്ടുള്ള ഉപായം ആലോകസഞ്ജി, അതായത് സഞ്ജിയിൽ പ്രകാശം കൊണ്ടുവന്ന് നമ്മൾ അതിനെ ഇല്ലാതാക്കണം എന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് ഉദ്ദച്ച കുക്കുച്ചം പഹായ അനുത്തതോ വിഹാസിം അജ്ജത്തം വൂപസന്ത ചിത്തോ ഉദ്ദച്ച കുക്കുച്ച ചിത്തം പരിശോദേശിം. ഇനി നമ്മളുടെ ഉള്ളിലുള്ള ഇരിക്കപ്പുറത്തിയില്ലായ്മ, അതിനെയാണ് ഉദ്ദച്ച കുക്കുച്ചം എന്ന് പറയുക. അതിനെ ഇല്ലാതാക്കണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് വൂപസന്ത ചിത്തു, ചിത്തത്തെ ശാന്തമാക്കണം. അങ്ങനെ ഉദ്ദച്ച കുക്കുച്ചം എന്ന നീവരണത്തെ ഇല്ലാതാക്കണം. വിചികിച്ചം പഹായ തിണ്ണ വിചികച്ചോ വിഹാസിം അകതങ്കതി കുശലേസു ധമ്മേസു വിചികിച്ചായ ചിത്തം പരിശോദേശിം. അടുത്തതായിട്ട് നമ്മുടെ മനസ്സിലെ വിചികിത്സയെ പരിപൂർണമായിട്ടും ഇല്ലാതാക്കിക്കൊണ്ട് വിചികിത്സയില്ലാതെ നമ്മൾ വിഹരിക്കണം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കുശലധർമ്മങ്ങളിൽ നമ്മൾ ഒരിക്കലും ചെയ്യാതിരിക്കരുത്. കുശലധർമ്മങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അതിൽ അലംഭാവം ഒരിക്കലും കാണിക്കരുത്. അങ്ങനെയാണ് നമ്മൾ വിചികിത്സയിൽ നിന്ന് പുറത്തു വരുന്നത്. സോ ഇമേ പഞ്ച നീവരണ പഹായ ചേതസോ ഉപക്ലേശേ പഞ്ഞായ ദുബ്ബലീകരണേ. അപ്പോൾ ഈ 5 നീവരണങ്ങളെയും ഞാൻ മനസ്സിൽ നിന്ന് ഒഴിവാക്കുന്നു. ഇവ ചിത്തത്തിൽ ഉപക്ലേശം ഉണ്ടാക്കുന്നു. അതുമൂലം പ്രജ്ഞയെ ദുർബലമാക്കുന്നതാണ്. അപ്പോൾ പ്രജ്ഞയെ ദുർബലമാക്കുന്ന ഈ 5 നീവരണങ്ങളെ ഇല്ലാതാക്കുന്നു. അതിനുശേഷം വിവിച്ചൈവ കാമേഹി വിവിച്ച അകുശലേഹി ധമ്മേഹി സവിതക്കം സവിചാരം വിവേകജം പ്രീതിസുഖം പഠമം ധ്യാനം ഉപസമ്പജ്ജ വിഹാസിം. അതിനുശേഷം ഞാൻ 1ാമത്തെ ധ്യാനത്തിൽ എത്തിച്ചേരുന്നു. അതിനുശേഷം ഞാൻ 2ാമത്തെ ധ്യാനത്തിൽ എത്തിച്ചേരുന്നു, 3ാമത്തെ ധ്യാനത്തിൽ എത്തിച്ചേരുന്നു, 4ാമത്തെ ധ്യാനത്തിൽ എത്തിച്ചേരുന്നു. എൻ്റെ മനസ്സ് ഈ തരത്തിലുള്ള 4ാമത്തെ സമാധിയിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് അത് വളരെ ശുദ്ധമാണ്, ഉജ്ജ്വലമാണ്, കളങ്കമില്ലാത്തതാണ്, ദോഷമില്ലാത്തതാണ്, മൃദുവാണ്, ജോലി ചെയ്യിപ്പിക്കാവുന്നതാണ്, നേരെയുള്ളതാണ്, അനക്കമില്ലാത്തതാണ്. അപ്പോൾ ഞാൻ ആ മനസ്സിനെ ആസവക്ഷയജ്ഞാനത്തിലേക്ക് ആ മനസ്സിനെ നയിക്കുന്നു. അപ്പോൾ ഞാൻ വളരെ ശരിയായിട്ട് മനസ്സിലാക്കുന്നു, ഇത് ദുഃഖമാണ്, ദുഃഖ സമുദയമാണ്, ദുഃഖ നിരോധമാണ്, ദുഃഖ നിരോധഗാമിനി പടിപതയാണ്. ഞാൻ ശരിയായിട്ട് മനസ്സിലാക്കുന്നു, ഇത് ആസവമാണ്, ഇത് ആസവത്തിൻ്റെ സമുദയമാണ്, ഇത് ആസവത്തിൻ്റെ നിരോധമാണ്, ഇത് ആസവത്തിൻ്റെ നിരോധനത്തിലുള്ള പടിപതയാണ്. ഇപ്രകാരം അറിഞ്ഞുകൊണ്ട് കണ്ടുകൊണ്ട് എൻ്റെ ചിത്തം കാമാസവത്തിൽ നിന്ന് വിമുക്തമാകുന്നു, ഭവാസവത്തിൽ നിന്ന് വിമുക്തമാകുന്നു, അവിദ്യാസവത്തിൽ നിന്നും വിമുക്തമാകുന്നു. വിമുക്തമായി കഴിഞ്ഞപ്പോൾ അത് വിമുക്തമായി എന്ന ജ്ഞാനം എനിക്ക് ഉണ്ടാകുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, പുനർജന്മം അവസാനിച്ചു, ബ്രഹ്മചര്യ ജീവിതം പൂർത്തിയായി, ഏതൊന്ന് ചെയ്യണമോ അത് ചെയ്തു തീർത്തു. ഇനി മറ്റൊരു ഭവത്തിലും എൻ്റെ പുനർജന്മം ഉണ്ടാകുന്നതല്ല. അതായത് അർഹന്തനായി എന്നുള്ള ആ ഒരു ജ്ഞാനം ഉണ്ടാകുന്നു. ഇപ്രകാരമാണ് ഞാൻ അറിഞ്ഞത്, ഇപ്രകാരമാണ് ഞാൻ കണ്ടത്. ഇതുമൂലം ഞാൻ അഹങ്കാരം, അതായത് ഞാൻ എന്ന ആ ഭാവം, മമങ്കാരം, എൻ്റെയാണ് എന്ന ഭാവം, അതേപോലെ തന്നെ അഭിമാനം, ഇത് മൂന്നും ഈ വിജ്ഞാനമുള്ള ഈ ശരീരത്തോടും അതേപോലെ തന്നെ പുറമേയുള്ള വസ്തുക്കളോടും ഞാൻ
നഷ്ടമാക്കി. അതായത് ശരീരത്തിലും പുറമേയുള്ള വസ്തുക്കളിലും ഒരു കാര്യത്തിലും അഹങ്കാരമോ മമങ്കാരമോ ഒന്നും തന്നെ എനിക്ക് ഉണ്ടാകുന്നതല്ല. ഞാനാണ്, എൻ്റെയാണ് എന്നുള്ള യാതൊരുവിധ ചിന്തയും എൻ്റെ മനസ്സിലുണ്ടാകുന്നില്ല. അപ്പോൾ ഭിക്ഷുക്കളെ, സാധു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭിക്ഷുവിനെ അനുമോദിക്കണം, അഭിനന്ദിക്കണം. അതിനുശേഷം ആ ഭിക്ഷുവിനോട് ഇങ്ങനെ പറയണം: മിത്രമേ, ഞങ്ങൾ വളരെ ഭാഗ്യവാനാണ്, ഞങ്ങൾ വളരെ വളരെ ഭാഗ്യവാനാണ്. താങ്കളെപ്പോലെയുള്ള ഒരു സബ്രഹ്മചാരി ഞങ്ങൾക്ക് മിത്രമായി ലഭിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് വളരെയധികം ഭാഗ്യം തരുന്ന കാര്യമാണ്. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭിക്ഷുക്കൾ തൃപ്തരായി ഭഗവാന്റെ വാക്യങ്ങളെ അനുമോദിച്ചു. ഛബ്ബിസോധന സുത്തം നിഠിതം. ഒരു അർഹൻ തന്നെ ഏത് തരത്തിലാണ് പരിശോധിക്കേണ്ടത് എന്നത് ഈ സൂത്രത്തിൽ വളരെ വ്യക്തമായിട്ട് ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതെങ്കിലും വ്യക്തി താൻ ശ്രോതാപന്നനാണ്, സഗ്ദാഗാമിയാണ്, അനാഗാമിയാണ് എന്ന് വിചാരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ ഏതെല്ലാം ഗുണങ്ങൾ തന്നിലുണ്ടായി എന്ന് സ്വയം പരിശോധിക്കുന്നത് നല്ലതാണ്. അപ്പോഴാണ് നമ്മൾ ഏത് അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്ന് ശരിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നിബ്ബാണം ലഭിച്ച ഒരു വ്യക്തിക്ക് ഈ ഗുണങ്ങളിൽ അല്പമെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. എല്ലാ ഗുണങ്ങളും ഒരു അർഹൻ തന്നിൽ പൂർണ്ണമായിരിക്കാം. സൂത്രം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേമാതിരിയുള്ള കൂടുതൽ സൂത്രങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അല്പസമയം നമ്മൾക്ക് പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.